ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 67 മുതലുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഇന്നലെ നമ്മൾ മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് ശ്രവിച്ചത് എങ്കിൽ ഇന്ന് സഖറിയായുടെ പ്രവചനഗീതം നമ്മൾ ശ്രവിക്കുകയാണ്. തൻ്റെ മകൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത, എലിസബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന വിശേഷം, സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത, പിതാവായ സഖറിയായെ ദൈവദൂതൻ ഗബ്രിയേൽ അറിയിച്ചപ്പോൾ ഒരു പുരോഹിതൻ്റെ വായിൽ നിന്ന് വീഴരുതാത്ത ഒരു വാക്ക്, ദൈവവചനത്തെ സംശയിക്കുന്ന ഒരു വാക്ക്, ഇതെങ്ങനെ സംഭവിക്കും എന്നൊരു ചോദ്യം സഖറിയ ദൈവസന്നിധിയിൽ ഉയർത്തിയതുകൊണ്ട് ദൈവം സഖറിയായെ ശിക്ഷിച്ചത് നമുക്കറിയാം. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കില്ല എന്ന് ദൈവം സഖറിയായെ ശിക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 100 വയസ്സ് പ്രായമുള്ള ഒരു പുരോഹിതൻ, അക്കാലത്ത് 20-ാമത്തെ വയസ്സിലൊക്കെ കല്യാണം കഴിച്ചിട്ടുണ്ടാകുമെങ്കിൽ നീണ്ട 80 വർഷക്കാലത്തോളം ഈ മനുഷ്യൻ ദൈവസന്നിധിയിൽ നിരന്തരം ഉയർത്തിയ ഒരു പ്രാർത്ഥനയുണ്ടാകും. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ആഗ്രഹത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ആ ദമ്പതികൾ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. സാധാരണ ജനങ്ങളൊക്കെ പറയുമല്ലോ, അച്ഛന്മാർ പ്രാർത്ഥിച്ച ദൈവം പെട്ടെന്ന് കേൾക്കും. അങ്ങനെയാണെങ്കിൽ ഈ സഖറിയ എന്ന പുരോഹിതൻ്റെ പ്രാർത്ഥന കേട്ട് അവന് ഒരു കുഞ്ഞിനെ കാണാനുള്ള ഭാഗ്യം ദൈവം ഒരുക്കുമായിരുന്നല്ലോ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതിരുന്ന 80 വർഷത്തിൽ ഒരിക്കൽ പോലും ഈ മനുഷ്യൻ ദൈവത്തോട് മറുചോദ്യം ചോദിച്ചിട്ടില്ല. ദൈവത്തെ സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ കണ്ടിട്ടില്ല. തൻ്റെ കൃത്യങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന കാര്യത്തിൽ, നീതിപൂർവം ഒരു പുരോഹിതൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താത്തൊരു മനുഷ്യൻ. അതാണല്ലോ 100-ാമത്തെ വയസ്സിലും നറുക്ക് വീണപ്പോൾ ധൂപാർപ്പണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ്റെ ആർജവത്തോടെ അയാൾ കടന്നുപോയത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ദൈവം ശിക്ഷിച്ച ദൈവത്തോട് പരാതിയില്ല. നീണ്ട വർഷക്കാലം ഒരു കുഞ്ഞിനെ നൽകാത്ത ദൈവത്തോട് പരാതിയില്ല. 10 മാസക്കാലം അവൻ്റെ നാവിൻ്റെ ബന്ധനങ്ങൾ, നാവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു പുരോഹിതൻ്റെ ശുശ്രൂഷയുടെ ശക്തമായ മാധ്യമമായി തീരേണ്ട പ്രഘോഷണത്തെയൊക്കെ ദൈവം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ തിരഹിതമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അനുസരിക്കുകയാണ് ഒരു ശിഷ്യൻ ചെയ്യേണ്ടത് എന്ന ബോധ്യത്തോടെ അവൻ ദൈവസന്നിധിയിൽ നിരന്തരം വ്യാപരിച്ചു. 10 മാസക്കാലവും ഒരുപക്ഷെ ദൈവം അവൻ്റെ മനസ്സിൽ തോന്നിച്ചു വെച്ച ചിന്തകളെല്ലാം, പുറത്തേക്ക് പറയാൻ ആഗ്രഹിച്ചിരുന്നതെല്ലാം വളരെ കാവ്യാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവം തലമുറകൾക്ക് മുമ്പ് നൽകിയ വാഗ്ദാനം, ഇതാ തിരുക്കുമാരൻ്റെ ജനനം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. സഖറിയയുടെ പുത്രനായ സ്നാപക യോഹന്നാൻ യേശുവിന് മുന്നോടിയായി പോകാനിരിക്കുന്നുവെന്നും യേശുനാഥൻ്റെ വരവ് ആസന്നമായെന്നുമൊക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ടുള്ള സുന്ദരമായ, മനോഹരമായ, കാവ്യാത്മകമായ ഒരു പ്രവചന ഗീതമാണ് സഖറിയയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എപ്പോഴാണെന്നറിയാമല്ലോ, ഒരു കുഞ്ഞ് ജനിച്ച് വീണ്ടും 8 നാൾ കഴിഞ്ഞ് അവൻ്റെ നാമധാരണത്തിൻ്റെ സമയത്ത്, കുഞ്ഞിന് പേരിടിയിൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് സ്ലേറ്റിൽ എഴുതി കൊടുത്ത വചനമല്ലേ അവൻ്റെ പേര്? യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിന്ന് ഒരു തരുമ്പ് പോലും അവിശ്വസ്തത കാണിക്കാതെ ദൈവസ്നേഹത്തിൻ്റെ ജിഹ്വയായി തീർന്ന സഖറിയ എന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് വരുന്ന
ഈ പ്രവചന ഗീതം നമ്മളെ പഠിപ്പിക്കുന്ന നന്മയുടെ സന്ദേശം നമുക്ക് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് മറുതലിക്കാൻ നമുക്ക് നിൽക്കണ്ട, ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് നിൽക്കണ്ട. അവനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതെൻ്റെ ക്ഷേമത്തിനായുള്ള പദ്ധതി, നാശത്തിനായുള്ള പദ്ധതി അല്ല എന്ന ബോധ്യത്തോടെ തമ്പുരാനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവം തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയാം. ദൈവം നമ്മുടെ കണ്ണീരെല്ലാം കുപ്പിയിൽ ശേഖരിക്കുമെന്നും പത്രോസ്ലീഹ പറയുന്നത് പോലെ നിൻ്റെ ഉത്കണ്ഠകളും ആകുലതകളുമെല്ലാം അവൻ്റെ പാദാന്തികത്തിൽ അർപ്പിക്കുക, തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തിക്കൊള്ളും എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും സമർപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു നിമിഷം തീർച്ചയായിട്ടും കടന്നു വരും. അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.